ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഫോക്കസ് MLTയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൂടി ചെയ്യുക. BSc MLT പഠിക്കാൻ ടഫായിട്ടുള്ള സ്റ്റുഡൻസിന്, അതായത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഓരോ ദിവസവും BSc MLTയുടെ കുറച്ച് പോർഷൻസായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് 100% സക്സസ്സിലേക്ക് BSc MLT ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക. പിന്നെ ഏതെങ്കിലുമൊക്കെ പോർഷനുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ ഒരു പോർഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ ആ ഒരു പോർഷൻ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ മൈക്രോബയോളജിയുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജി. മിക്ക സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്യുന്നൊരു പോർഷനാണ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും മിക്ക സ്റ്റുഡൻസും ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നമ്മൾ മൈക്രോബയോളജി എന്ന സബ്ജക്ട്സ് പഠിക്കുമ്പം നമ്മൾ ബേസിക്കായിട്ട് ഈ കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൽ 3 മാർക്കിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജിയിൽ നമ്മൾ കുറച്ച് സയൻറ്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആന്റോണി വാൻ ലിവാൻഹുക്കിനെ പറ്റിയാണ് പഠിക്കുന്നത്. അദ്ദേഹം എന്താണ്, മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയസിനൊക്കെ എന്ത് ചെയ്യും ഫസ്റ്റ് ഒബ്സർവ് ചെയ്തൊരു സയൻറ്റിസ്റ്റ് ആണ്. യൂസിങ് സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒബ്സർവ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിനെ ലിറ്റിൽ ആനിമക്യൂൾസ് എന്ന് വിളിച്ചു. അതായത് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയനെ ഒബ്സർവ് ചെയ്തു യൂസിങ് സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ്. അതിനുശേഷം എന്ത് ചെയ്തു, ആ ഒരു ഓർഗാനിസത്തിനെ ലിറ്റിൽ ആനിമക്യൂൾസ് എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഒരു 3 കോൺട്രിബ്യൂഷൻസ് ആണ്, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എഡ്വാർഡ് ജെനർ അറിയാം, മിക്കുള്ളവർക്കും അറിയാവുന്നതാണ്. വാക്സിൻസ് കണ്ടുപിടിച്ചതാണ് ആള്. ഒരു ഇയറും പഠിച്ചു വെക്കുക. 1796, അതായത് 1796 എന്ത് ചെയ്തത്, അദ്ദേഹം വാക്സിനെ കണ്ടുപിടിച്ചത്. ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സയൻറ്റിസ്റ്റ് ആണ്. 3 മാർക്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. ലൂയിസ് പാസ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹം ഫാദർ ഓഫ് മൈക്രോബയോളജി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫെർമെൻറ്റേഷൻ, പിന്നെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഡിസ്ക്രൈബ് ചെയ്തു. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ലിക്വിഡ് മീഡിയ കൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. പിന്നെ ലാസ്റ്റ് ആണ് ജേം തിയറി ഓഫ് ഡിസീസ്. അദ്ദേഹം പറഞ്ഞത് ജേം തിയറി ഓഫ് ഡിസീസ് എന്ന് വെച്ചാൽ ഒരു ബാഡ് എയർ അല്ലെങ്കിൽ ബാഡ് വെപ്പറിൽ നിന്നല്ല ഡിസീസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഡിസീസ് വരുന്നതെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആയിട്ടുള്ള എയറിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ഡിസീസ് ഉണ്ടാകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ബാഡ് എയർ അല്ലെങ്കിൽ ബാഡ് വെപ്പറിൽ നിന്നല്ല നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസീസ് ഉണ്ടാകുന്നത്. മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആയിട്ടുള്ള എയറിൽ നിന്നാണ് നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടാകുന്നത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആണെന്ത്, ലൂയിസ് പാസ്റ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ ലൂയിസ് പാസ്റ്റർ അല്ലെങ്കിൽ റോബർട്ട് കോച്ച് ആണ് നിങ്ങൾക്ക് 3 മാർക്കിന് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ബാക്കി കോൺട്രിബ്യൂഷൻ ആന്റോണിക്ക് ചോദിച്ചാലും അല്ലെങ്കിൽ ജെന്നർ ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് റോബർട്ട് കോച്ച്. അദ്ദേഹം എന്ത് ചെയ്തു, സോൾഡ് മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലൂയിസ് പാസ്റ്റർ ലിക്വിഡ് മീഡിയ ആണെങ്കിൽ റോബർട്ട് കോച്ച് എന്താണ്, സോൾഡ് മീഡിയ ആണ്. പിന്നെ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്, മോട്ടിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ആന്ത്രാക്സ് ബാസിലെ, ട്യൂബർക്കിൾ ബാസിലെ, കോളറ ബാസിലേനൊക്കെ എന്ത് ചെയ്തു, ഡിസ്കവർ ചെയ്തത് റോബർട്ട് കോച്ചാണ്. പിന്നെ കോച്ചിൻ്റെ ഫിനോമിനാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കോച്ച് ഫിനോമിന അല്ലെങ്കിൽ കോച്ചിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. കോച്ച് ഫിനോമിന എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിനിയ പിക്കിൽ എന്ത് ചെയ്തു, ഒരു ട്യൂബർക്കിൾ ബാസിലെ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ട്യൂബർക്കുലോസിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗിനിയ പിക്കിലേക്ക് എന്ത് ചെയ്തു, ബാസിലെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കാണിച്ചു. ഇതാണ് കോച്ചിൻ്റെ ഫിനോമിന. അതായത് ട്യൂബർക്കുലോസിസ് വന്ന ഒരു ഗിനിയാപിക്, ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഗിനിയാപിക്കിലേക്ക് എന്ത് ചെയ്തു, വീണ്ടും ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു. ബാസിലെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി, ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കാണിച്ചു. ഇതാണ് കോച്ചിൻ്റെ ഫിനോമിന. ഇനി കോച്ചിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോച്ചിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് 4 പറയുന്നത്. മൈക്രോ ഓർഗാനിസം കോൺസ്റ്റൻ്റ്ലി അസോസിയേറ്റ് വിത്ത് ലീഷൻ ഓഫ് ഡിസീസ്, അതായത് ആ ഡിസീസിൻ്റെ ലീഷനുമായിട്ട് എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസം കോൺസ്റ്റൻ്റ്ലി അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ആ ലീഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലീഷനെ പ്യുവർ കൾച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐസൊലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിനെ ഒരു ലബോറട്ടറി ആനിമലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനോക്കുലേറ്റ് ചെയ്തിട്ട് ആ ലബോറട്ടറി ആനിമലിന് എന്ത് ചെയ്യും, ആ സെയിം ഡിസീസ് തന്നെ വരുത്താൻ പറ്റും.
പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലബോറട്ടറി അല്ലെ എക്സ്പെരിമെൻ്റൽ ആനിമൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ഇൻജെക്ട് ചെയ്ത ഡിസീസ് അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസം ഡിസീസ് കോസ് ചെയ്തു. ഈ മൈക്രോ ഓർഗാനിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാനും പറ്റും. ഇതാണ് കോച്ചിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ആണ് പോൾ എർലിഷ്. അദ്ദേഹം എന്താണ്, ഫാദർ ഓഫ് കീമോതെറാപ്പി ആണ്. പിന്നെ എന്ത് ചെയ്യും, ആസിഡ് ഫാസ്റ്റ് നേച്ചർ, ട്യൂബർക്കുൽ ബാസിലയുടെ ആസിഡ് ഫാസ്റ്റ് നേച്ചർ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്താണ് പോൾ എർലിഷ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രൊപ്പോസ് ചെയ്തു എന്തൊക്കെയാ, ടോക്സിൻ ആൻറ്റി ടോക്സിൻ ഇൻട്രാക്ഷൻ, അത് പറഞ്ഞാണ് എർലിഷ് ഫിനോമിനൻ പ്രപ്പോസ് ചെയ്തു. പിന്നെ എന്ത്, സൈഡ് ചെയിൻ തിയറി പ്രപ്പോസ് ചെയ്തു. ആരാണ്, പോൾ എർലിഷ് ആണ്. അപ്പം നമ്മളിപ്പം പഠിച്ചത് ഏതൊക്കെയാണ് ഓർത്തിരിക്കുക, ആൻറ്റോണി ഹുക്ക് പഠിച്ചു, ലൂയിസ് പാസ്റ്റർ പഠിച്ചു, റോബർട്ട് കോച്ച് പഠിച്ചു, എഡ്വാർഡ് ജെനർ, പോൾ എർലിഷ്. ഈ 5 പേരെയാണ് പഠിച്ചു. ഈ 5 പേരുടെയും മെയിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പേരുടെ പഠിക്കേണ്ടത് ലൂയിസ് പാസ്റ്ററും റോബർട്ട് കോച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം 3 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു